ഓവർസീസ് സ്റ്റുഡൻസിന് ഓസ്ട്രേലിയയിൽ വരുന്ന ഓവർസീസ് സ്റ്റുഡൻറ്റ് നമ്മൾ 50ഓളം രാജ്യങ്ങളിലേക്ക് സ്റ്റഡിക്ക് ആൾക്കാരെ വിടുന്നുണ്ട്. 10,000-ഓളം കോഴ്സുകളിലേക്ക് നമുക്ക് ഓവർസീസ് വിടുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പാർട്ട് ടൈം ജോബിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കോഴ്സിനും 20 ഹവറാണ് പെർ വീക്ക് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കുട്ടികളും ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന മാക്ഡൊണാൾഡോ അതുപോലെ തന്നെ KFCയോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പെട്രോൾ സ്റ്റേഷനിലൊക്കെയാണ്. പക്ഷെ അവർക്ക് ഏതെങ്കിലും ഒരു ട്രേഡ് വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിലുള്ള 10-20 ലക്ഷം രൂപ ഫീസ് വരുന്ന കോഴ്സുകൾ നമ്മളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു സീമാസ് ടെക്നോളജീസ് എന്നാണ്. ഈ സ്ഥാപനത്തിൽ CNC CAD പഠിപ്പിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ സ്കിൽ ഷോർട്ടേജുള്ള കോഴ്സാണത്, സ്കില്ലാണത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോഴ്സുകൾ പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ പഠിക്കാൻ ചെല്ലുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ വെറുതെ ഒരു പെട്രോൾ പമ്പിലോ മാക്ഡൊണാൾഡിലോ ക്ലീനിങ്ങിനൊന്നും നിൽക്കാതെ ഈ ഉള്ള ട്രേഡുകളിൽ സ്കില്ലിൽ തന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയും സാധാരണ ഒരു $20 $24 കിട്ടുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ സ്കില്ലുകൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നല്ല സാലറിയിൽ അവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനും പറ്റും. പക്ഷേ നിയമം അനുസരിച്ച് 20 മണിക്കൂറാണ് ഒരു വീക്കിൽ ഒരു സ്റ്റുഡൻറ്റിന് അവിടെ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ. ഏത് അവസരത്തിലും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നിയമം മാറ്റുകയും ചെയ്യാം.